നമസ്കാരം, റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമാ രംഗത്തെ പുതിയ സംഘടനയെന്ന ആശയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ കൂടുതൽ വ്യക്തതയുമായി സംവിധായകൻ ആഷിഖ് കപൂർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന ആലോചനയുടെ ഭാഗമായി പൊതുവായ ആശയ രൂപീകരണത്തിന് കൈമാറിയ കത്ത് അനൌദ്യോഗികമായി ചോർന്നതാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച വാർത്തകൾക്ക് അടിസ്ഥാനമായതെന്നാണ് ആഷിഖ് കപൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുവരെ രൂപീകരിക്കാത്ത സംഘടനയിൽ ഭാരവാഹികൾ എന്ന പേരിൽ കത്തിൽ പേരുണ്ടായിരുന്നവരുടെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നത് തെറ്റിദ്ധാരണകൾക്ക് ഇടയാക്കിയെന്നും ആഷിഖ് കപൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അസോസിയേഷന്റെ രൂപീകരണ ലക്ഷ്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കത്ത് പുറത്തു വന്നതിന് പിന്നാലെ ഭാരവാഹികൾ എന്ന നിലയിൽ കത്തിൽ പ്രതിപാദിച്ചിരുന്ന ലിജോ ജോസ് പെല്ലിശ്ശേരിയും നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രയും ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുടെ പേരുകൾ ചിത്രങ്ങൾ സഹിതം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ നിലവിൽ സംഘടനയുടെ ഭാഗമല്ലെന്നും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ അറിവോടെയല്ലെന്നും ചൂണ്ടിക്കാട്ടി ലിജോ ജോസഫ് പെല്ലിശ്ശേരിയും ബിനീഷ് ചന്ദ്രയും രംഗത്ത് വന്നു. ഇതിനു പിന്നാലെയാണ് സംഭവത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ട് മാധ്യമങ്ങളടക്കം ആഷിഖ് കപൂറിനെ സമീപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ആഷിഖ് കപൂർ നിർബന്ധിതനാകുകയും ചെയ്തത്. സിനിമയിലെ എല്ലാ വിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്കായി പുരോഗമന ആശയങ്ങളിലൂന്നിയ സംഘടന എന്ന ആശയം നിരവധി സിനിമാ പ്രവർത്തകരുമായി ചർച്ച ചെയ്തിരുന്നെന്നും ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രോഗ്രസീവ് മലയാളം ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന ആശയത്തിന് തുടക്കമിട്ടതെന്നുമാണ് ഒടുവിലായി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ ആഷിഖ് കപൂർ വ്യക്തമാക്കുന്നത്. പൊതുവായ ആശയ രൂപീകരണത്തിന് കൈമാറിയ കത്താണ് അനൌദ്യോഗികമായി പുറത്തായതെന്നും ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകൾ ആ കത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടെന്നുമാണ് ആഷിഖ് കപൂറിന്റെ പക്ഷം. ഇതുവരെ രൂപീകരിക്കാത്ത സംഘടനയിൽ ഭാരവാഹികൾ എന്ന പേരിൽ കത്തിൽ പേരുണ്ടായിരുന്നവരുടെ ചിത്രങ്ങൾ സഹിതം വാർത്തകൾ വന്നതാണ് ചർച്ചകൾക്ക് വഴിവെച്ചത്. ഈ ഘട്ടത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണം ആവശ്യമാണ് എന്നതിനാലാണ് ഈ അറിയിപ്പെന്നും ആഷിഖ് കപൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഷിഖ് കപൂറിനൊപ്പം സംവിധായകനായ രാജീവ് രവി, കമൽ KM, സൗണ്ട് ഡിസൈനർ അജയർ എന്നിവരടങ്ങുന്ന സംഘടനയുടെ താൽക്കാലിക കമ്മിറ്റി അംഗങ്ങളുടെ പേരിലാണ് വാർത്താക്കുറിപ്പ് വന്നിട്ടുള്ളത്. നേതൃനിരയിൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയെയും ബിനീഷ് ചന്ദ്രയെയും ഒഴിവാക്കിയിട്ടുമുണ്ട്. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് വിശദമായി പഠിച്ച് ജസ്റ്റിസ് ഹേമയും സംഘവും തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കലുഷിതമായ അന്തരീക്ഷമായിരുന്നു മലയാള സിനിമയുടേത്. താരസംഘടനയായ AMMAയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ മിക്കവരും രാജിവെച്ച് പുറത്തുപോയതിനു പിന്നാലെ സംഘടനയ്ക്ക് വലിയ വിമർശനവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനിടയിലാണ് ചലച്ചിത്ര മേഖലയിൽ പുതിയ സംഘടന രൂപീകരിച്ച് സമ്മർദ്ദ ഗ്രൂപ്പായി മാറാനുള്ള സംവിധായകൻ ആഷിഖ് കപൂറിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയുടെ ശ്രമം നടക്കുന്നത്. താരസംഘടനയായ അമ്മയ്ക്കും സംവിധായകരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും സംഘടനയായ ഫെഫ്കയ്ക്കും ബദലാകുന്ന സംഘടനയെന്നാണ് പുതിയ കൂട്ടായ്മയെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ സംഘടന രൂപീകരിക്കുന്ന കാര്യം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിന്റെ നേതൃത്വത്തിലുണ്ടെന്ന് കരുതപ്പെടുന്ന ചിലർ തങ്ങൾ കൂട്ടായ്മയിൽ നിലവിൽ ഭാഗമല്ലെന്നും വ്യക്തമാക്കിയതോടെയാണ് കാര്യങ്ങൾ ആഷിഖ് കപൂറിൽ നിന്നും വിട്ടുപോയത്. മലയാള ചലച്ചിത്ര വ്യവസായത്തെ നവീകരിക്കുന്നതിനായി പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിനായുള്ള ആലോചന സംബന്ധിച്ച് കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. സംവിധായകരായ ആഷിഖ് കപൂർ, ലിജോ ജോസഫ് പെല്ലിശ്ശേരി, രാജീവ് രവി, അഞ്ജലി മേനോൻ, നടി റീമ കല്ലിങ്കൽ, നിർമ്മാതാവ് ബിനീഷ് ചന്ദ്ര എന്നിവരുടെ പേരിലായിരുന്നു ആ കുറിപ്പ്. ഇതിൽ ലിജോ ജോസഫ് പെല്ലിശ്ശേരിയും ബിനീഷ് ചന്ദ്രയുമാണ് തങ്ങൾ നിലവിൽ കൂട്ടായ്മയുടെ ഭാഗമല്ലെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയത്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ താൻ നിലവിൽ ഭാഗമല്ലെന്ന് ലിജോ ജോസഫ് പെല്ലിശ്ശേരി അറിയിച്ചു. ഇതോടെയാണ് ആഷിഖ് കപൂർ വെട്ടിലായി പോയത്. മലയാള സിനിമയിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നും കാലഹരണപ്പെട്ട സംവിധാനങ്ങളുടെ പുനർചിന്തനമാണ് പുതിയ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി ആലോചനയുടെ നേതൃനിരയിലുള്ളവർ പങ്കുവെച്ച സർക്കുലറായിരുന്നു എല്ലാ വാർത്തകൾക്കും അടിസ്ഥാനമായത്. സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും നിലവിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ ഉത്തരവാദിത്തമില്ലെന്നും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതൊന്നും തന്റെ അറിവോടെയല്ലെന്നും ലിജോ ജോസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചലച്ചിത്ര കൂട്ടായ്മയിൽ ഞാൻ നിലവിൽ ഭാഗമല്ല. സുഹൃത്തും സംവിധായകനുമായ ആഷിഖ് കപൂർ ഇത്തരമൊരു കൂട്ടായ്മയെക്കുറിച്ചുള്ള ആശയം ഞാനുമായി പങ്കുവച്ചിരുന്നു. ക്രിയാത്മകമായി ചലച്ചിത്ര സംവിധായക നിർമ്മാതാക്കളുടെ സ്വതന്ത്ര കൂട്ടായ്മ എന്ന ആശയത്തോട് ഞാൻ യോജിക്കുകയും അത്തരത്തിലൊന്നിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം അതൊരു ഔദ്യോഗിക അറിയിപ്പായി എൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും. അതുവരെ എൻ്റെ പേരിൽ പ്രചരിക്കുന്ന ഒന്നും എൻ്റെ അറിവോടെയല്ല. ഇങ്ങനെയാണ് ലിജോ ജോസഫ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ കുറിച്ചത്. നിർമ്മാതാവ് ബിനീഷ് ചന്ദ്രയും സമാനമായ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. പുതിയ സംഘടന എന്ന ആശയം നല്ലതാണെന്നും അതിൽ ചേരാൻ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് നടി മഞ്ജു വാര്യരുടെ മാനേജർ കൂടിയായ ബിനീഷ് വ്യക്തമാക്കിയത്. അതേസമയം പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ സംഘടന ഇതുവരെയും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. സംഘടനയുടെ രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ മാത്രമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് സംവിധായകൻ ആഷിഖ് കപൂർ മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ലിജോയുടെയും ബിനീഷിന്റെയും പ്രസ്താവന എന്നാണ് വിലയിരുത്തപ്പെട്ടത്.
സംഘടന രൂപീകൃതമാവാത്തത് കൊണ്ട് തന്നെ ആലോചനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മറ്റ് അംഗങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല. ഫെഫ്കയിൽ നിന്ന് രാജിവെച്ച ശേഷം സംവിധായകൻ ആഷിഖ് അബു കൊണ്ടുവന്ന ആശയമായതിനാൽ ഇത് ഫെഫ്കയ്ക്ക് ബദലായി വരുന്ന സംഘടനയാകുമോ എന്ന ആശയം നിലനിൽക്കുന്നുണ്ട്. അഭിനേതാവായ റീമ കല്ലിങ്കലും ആശയത്തിന്റെ പിന്നിലുള്ളതിനാൽ താരങ്ങൾക്കും അംഗത്വം സ്വീകരിക്കാവുന്ന തുറന്ന പ്രവർത്തനങ്ങളാവും സംഘടനയുടേത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലിത് അമ്മ സംഘടനയെ പോലെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി മാറാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകില്ല. നിലവിൽ 21 ഉപസംഘടനകളാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നത്. പുതിയ ആശയം പ്രാബല്യത്തിൽ വരുന്നതോടെ അത് 22 ആകുമോ, അതോ അമ്മ, ഫെഫ്ക എന്നിവയിൽ ഒന്നിന് പകരമായി പ്രവർത്തിക്കുമോ എന്നതിലും ഇതുവരെ നമുക്ക് വ്യക്തത വന്നിട്ടില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാന പ്രശ്നം ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. വർഷങ്ങളായി മലയാള സിനിമയിൽ നടന്ന കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരുന്ന സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മീറ്റു വെളിപ്പെടുത്തലുമായി പല സ്ത്രീകളും മലയാള ചലച്ചിത്ര മേഖലയിൽ നിന്നും രംഗത്ത് വന്നു. അവർ ആരോപണം ചെയ്തത് മലയാള ചലച്ചിത്ര മേഖലയിലെ വലിയ സ്രാവുകൾക്ക് നേരെയാണെന്ന് ഓർക്കണം. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ എന്നീ പ്രമുഖർക്കെതിരെ എല്ലാം ആരോപണം വന്നു. അടിമുടി സ്ത്രീവിരുദ്ധതയാണ് മലയാള സിനിമാ മേഖലയിലെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത്. ക്രിമിനലുകൾ നിയന്ത്രിക്കുന്ന മേഖലയാണ് മലയാള സിനിമ എന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്. സിനിമയിൽ പുറമേയുള്ള തിളക്കം മാത്രമേ ഉള്ളൂ, അവസരം ലഭിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നു എന്നാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചത്. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളുമാണ്. സഹകരിക്കുന്നവരെ വിശേഷിപ്പിക്കുന്നതാകട്ടെ കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് എന്നും. സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണമാണ് നടക്കുന്നത് എന്നും റിപ്പോർട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എതിർക്കുന്നവർ സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള ഭീഷണികളാണ് സിനിമയിൽ നേരിടുന്നത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുദ്ര കുത്തുകയാണ് പതിവ്. പോലീസിനെ സമീപിക്കാത്തത് ജീവനിൽ ഭയമുള്ളതിനാലാണ്. സിനിമയിലെ ഉന്നതർ പോലും അതിക്രമം കാട്ടിയിട്ടുണ്ട്. സംവിധായകർക്കെതിരെയും മൊഴികൾ നിലനിൽക്കുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ മദ്യവും ലഹരിമരുന്നും കർശനമായി വിലക്കണം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഡ്രൈവർമാരായി നിയോഗിക്കരുത്. വനിതകൾക്ക് സുരക്ഷിതമായി താമസമടക്കമുള്ള സൗകര്യങ്ങൾ സിനിമാ നിർമ്മാതാവ് നൽകണം. ഷൂട്ടിംഗ് സെറ്റുകളിൽ കുടുംബാംഗങ്ങളെയും കൊണ്ടുവരേണ്ട സ്ഥിതിയാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ മാത്രം പോരെന്നാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്നത്. ബദലായ സ്വതന്ത്ര സംവിധാനം അനിവാര്യവുമാണ്. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വതന്ത്ര സംവിധാനം തന്നെ വേണം. അതിന് സർക്കാർ ഇടപെടൽ അനിവാര്യവുമാണ്. സ്വതന്ത്ര സംവിധാനം സർക്കാർ നേരിട്ട് രൂപീകരിക്കണമെന്നും നിയമപരമായിരിക്കണം ആ പരാതി പരിഹാര സംവിധാനമെന്നും ഹേമ കമ്മിറ്റി 4.5 വർഷം മുമ്പ് തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആകെ 233 പേജുകളുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. സ്വകാര്യതയെ ലംഘിക്കുന്ന വിവരങ്ങൾ കൈമാറില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയതിനാൽ ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. 49-ാം പേജിലെ 96-ാം പാരഗ്രാഫ് പ്രസിദ്ധീകരിച്ചിട്ട് പോലുമില്ല. 81 മുതൽ 100 വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കി. 165 മുതൽ 196 വരെയുള്ള പാരഗ്രാഫുകളും അനുബന്ധവും ഒഴിവാക്കിയിട്ടുണ്ട്. വലിയ കോളിളക്കമുണ്ടാക്കിയ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും മലയാള സിനിമാ മേഖലയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. ഇവിടെ AMMA പോലും പ്രതിസ്ഥാനത്താണ് നിലനിൽക്കുന്നത്. അമ്മയിൽ അംഗത്വം നൽകണമെങ്കിൽ കൂടെ കിടക്കണമെന്ന് പറഞ്ഞുവെന്ന് തുറന്നു പറഞ്ഞ നടിമാർ വരെ ഇവിടെയുണ്ട്. ഇതിനിടയിലാണ് പുതിയ സംഘടനയുമായി ആഷിഖ് അബു രംഗത്തെത്തുന്നത്. സിനിമയിൽ നടക്കാൻ പോകുന്നത് ട്രേഡ് യൂണിയനിസം ആണോ എന്ന സംശയം ഇവിടെ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും മലയാള സിനിമ ഇപ്പോൾ വളരെ മോശ അവസ്ഥയിലാണുള്ളത്. ഈ സമയത്ത് കലക്കവെള്ളത്തിൽ ആരൊക്കെ മീൻ പിടിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. നന്ദി.